ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ അല്ല. നാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പാക്കറ്റിനുള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇത് ബ്ലാക്ക് ഹൽവയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഹൽവ തന്നെ വേണമെന്ന് പറഞ്ഞു. ബ്ലാക്ക് ഹൽവയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമുക്ക് ഈ ഹൽവ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പുറത്തിരുന്നാൽ പെട്ടെന്ന് തന്നെ ചീത്തയാകും. അതുകൊണ്ട് ഒരു ബോക്സ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളയുക. അതിനുശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് ബോക്സ് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഈ ഹൽവയിൽ കൂടുതലും ഓയിലായതുകൊണ്ട് ഫ്രീസറിലല്ല, ഞാൻ താഴെയാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ അതങ്ങ് ഫ്രീസായി പോവും. അപ്പോൾ നമ്മൾ കഴിക്കണതിന് 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ സമയം ആകുമ്പോഴേക്കും ഹൽവ നല്ല അതിൻ്റെ ഒറിജിനൽ ഫോമിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഹൽവ കംപ്ലീറ്റ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചക്കയാണ്. ചക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചക്കയും നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ചക്കക്കുരു മാറ്റി അതിൻ്റെ ചവണിയും മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ചക്കക്കുരു ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് യൂസ് ചെയ്യാറുണ്ട്. മുരിങ്ങയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് ചക്കക്കുരു ആഡ് ചെയ്തിട്ടാണ് മുരിങ്ങയ്ക്ക് വെക്കാറ്. അപ്പോൾ ചക്കക്കുരു ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങി വരാറുണ്ട്. അതുപോലെ തന്നെ ചീര, ഇതിലൊക്കെ ഞാൻ ചക്കക്കുരു ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു മാറ്റിയിട്ട് നമുക്കൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ചക്ക നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളല്ല, ഒരാഴ്ചയോളമൊക്കെ ചക്ക കേടുകൂടാതെ നമുക്ക് എടുക്കാം. ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ചക്ക ഞാൻ ചവണിയും ചക്കക്കുരുവൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ടിന്നിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ചക്ക വലിയ മധുരമുള്ള ചക്ക അല്ലായിരുന്നു, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നാട്ടിൽ മഴയൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ കയറിയിട്ട് ചെറിയൊരു മധുരക്കുറവ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. അപ്പോൾ ആ ചക്കക്കുരു ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു വെയിലടിച്ച ശേഷം നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോ ടിന്നിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പിന്നെ മക്കളെ കവറിൽ തന്നെ അത് പൊട്ടിച്ച് വെക്കുമ്പോഴേക്കും അത് പിന്നെ തണുത്ത് പോകും, പിന്നെ യൂസ് ചെയ്യാൻ കൊള്ളാതാവും. ഇത് ടിന്നിലേക്ക് മാറ്റുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്തിട്ട് ടിന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ്ചർ ആയാലും ചിപ്സ് ആയാലും അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും നഷ്ടപ്പെടാതെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോട്ടിൽ തപ്പിയെടുക്കുന്നത് തന്നെ ഒരു പണിയാണ്. കാരണം നമ്മളിവിടെ എക്സ്ട്രാ ബോട്ടിലൊന്നും കീപ്പ് ചെയ്യാറില്ല. എല്ലാം എക്സ്ട്രാ ബോട്ടിലുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ കളയുവാണ് ചെയ്യുന്നത്. കാരണം നാട്ടിലത്തെ പോലെ നമുക്കിവിടെ വലിയ സ്പേസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ബോട്ടിലൊക്കെ തപ്പിയെടുത്ത് നന്നായിട്ട് കഴുകി നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം നനവുണ്ടെങ്കിൽ പിന്നെ ഇത് ചീത്തയായി പോവും, പിന്നെ തണുത്ത് പോകും. അപ്പോൾ വെള്ളം നനവില്ലാതെ വേണം ഇതിലേക്ക് നമ്മൾ ഓരോ സാധനങ്ങളും ഇട്ട് വയ്ക്കാൻ. അപ്പം നമുക്ക് ഈ ബോട്ടിലേക്ക് ചിപ്സ് പൊട്ടിച്ചിടാം. അപ്പോൾ ഈ ചിപ്സ് ചെറിയൊരു മധുരം കൂടിയുള്ള ചിപ്സാണ്. അതായത് അധികം പഴുത്ത് പോയിട്ടുമില്ല, എന്നാൽ ഒരു ചെറിയതായിട്ട് പഴുപ്പ് വെച്ചിട്ടുള്ളതുമായ ബനാനയാണ് ഈ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിപ്സാണ്. നോർമൽ ചിപ്സിനേക്കാളും ഈ ചിപ്സാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ചിപ്സ് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത ബോട്ടിലേക്ക് ചക്ക വറുത്തതാണ് ഇടുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ തയ്യാറാക്കിയതല്ല, അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തു നിന്ന് വാങ്ങിക്കൊടുത്തേക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. എന്നാലും വീട്ടിൽ വയ്ക്കുന്ന അതേ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടും, പക്ഷേ നാട്ടിൽ നിന്നും കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ ഇവിടെ കിട്ടാറില്ല. ഈ ചക്ക വറുത്തത് മോന് ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചക്ക വറുത്തത് കാണുമ്പോൾ വാങ്ങിച്ച് തരാൻ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ വാങ്ങി ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടും ടേസ്റ്റ് കാണില്ല. അതുകൊണ്ടാണ് ഈ ഐറ്റംസൊക്കെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അതും ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി അതും ക്ലോസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബോട്ടിലേക്ക് ഞാൻ മിക്സ്ചറാണ് ഇടുന്നത്. മിക്സ്ചർ ഒരു 3 വെറൈറ്റി മിക്സ്ചർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ ഇത് നല്ല അതിൻ്റെ ആ പിരി നല്ല തിന്നായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതായിരുന്നു ടേസ്റ്റ് കൂടുതൽ. അതുപോലെ തന്നെ ഇത് അധികം സ്പൈസി അല്ലായിരുന്നു. മക്കൾക്കൊക്കെ കഴിക്കാൻ ഇത് ഇഷ്ടമായിരുന്നു. ഇനിയുള്ളത് കുറച്ച് സ്പൈസിയും കുറച്ച് ആ പിരി നല്ല തിക്കായിട്ടുള്ളതുമായിട്ടുള്ള മിക്സ്ചറും പിന്നെ കപ്പലണ്ടിക്ക് പകരം കടലിടുന്ന ഒരു ടൈപ്പ് മിക്സ്ചറുമാണ്. ഇതാണ് തിക്കായിട്ടുള്ള മിക്സ്ചർ എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി സ്പൈസിയാണ്, പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് കൂടുതൽ തിന്നായിട്ടുള്ളതിനായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഇത് തന്നെയായിരുന്നു പണി. ബോട്ടിൽ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ച് ഇതെല്ലാം കൂടെ ബോട്ടിലാക്കി ക്ലോസ് ചെയ്ത് വെച്ച്, പിന്നെ അതുപോലെ തന്നെ ചക്ക ക്ലീനാക്കി, പിന്നെ ഹൽവ കട്ട് ചെയ്ത് വെച്ച്, ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡേ കംപ്ലീറ്റ് തീർന്നു. അങ്ങനെ ഇത് ക്ലോസ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഐറ്റംസ് ഈ ഒരു സ്വീറ്റ്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഉള്ളത് വെർമിസെല്ലി വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എള്ളുണ്ട ഉണ്ടായിരുന്നു, പിന്നെ കപ്പലണ്ടി, പിന്നെ ടീ റസ്ക്. ഈ ഒരു റസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഇതുപോലത്തെ ഒരു പാക്കറ്റ് കൂടി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഐറ്റം, പിന്നെ മിക്സ്ചർ ഞാൻ ഇതാണ് പറഞ്ഞത്, കപ്പലണ്ടിക്ക് പകരം കടലയും പയറും കൂടി ചേർത്ത് ഒരു മിക്സ്ചറും, പിന്നെ കപ്പലണ്ടി മിഠായി,
പിന്നെ ഇതൊരു പാക്കറ്റ് റസ്ക് കൂടിയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ, പിന്നെ പീനട്ടിൻ്റെ ഒരു ക്യാൻഡി, അത് മോൻ പറഞ്ഞതാണ്, മോന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൂടി കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു ബോക്സിലാക്കി ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് ബോട്ടിൽസ് ആവശ്യമായിട്ട് വരും. ഇനി അടുത്ത ബോട്ടിലേക്ക് ഞാൻ ഇടുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ കപ്പലണ്ടി ഇട്ടിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ കപ്പലണ്ടി പെട്ടെന്ന് തണുത്ത് പോകുന്ന സാധനമാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് തന്നെ വെക്കണം. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാതെ പോകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ തന്നെ എടുത്ത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വീണ്ടും സൂക്ഷിക്കുക. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. ഇത് ടീ റസ്ക് ആണ്. പക്ഷേ ഈ നാട്ടിലെല്ലാ ബേക്കറികളിലും കിട്ടാറില്ല, ചില ബേക്കറികളിൽ മാത്രമേ കിട്ടാറുള്ളൂ. ഇതെല്ലാം കൂടി ഒരു ബേക്കറി തുടങ്ങാനുള്ള സാധനങ്ങളായിട്ടുണ്ട്. 2 പാക്കറ്റ് ടീ റസ്ക്കാണ് ഉണ്ടായിരുന്നത്. 2 പാക്കറ്റ് ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീ റസ്ക് കുറേയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അധികം നാൾ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല, അതിന് മുന്നേ തന്നെ ഞാനിത് തീർത്തോളും. അങ്ങനെ നമ്മുടെ ടീ റസ്ക് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് പീനട്ട് ക്യാൻഡിയാണ്. അത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്പേസ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി സ്പേസ് ഉള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഒരുമിച്ച് മോൻ കാണുവാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് തീർക്കും. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് ഒന്ന് വീതമൊക്കെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കപ്പലണ്ടി മിഠായി, എള്ളുണ്ട, വെർമിസെല്ലിയുടെ സ്വീറ്റ്, അതുപോലെ തന്നെ ഇതെന്ത് സ്വീറ്റാണെന്ന് എനിക്ക് അറിയില്ല. സ്വീറ്റ് ഡേറ്റ്സ് എന്ന് എഴുതിയിരിക്കണം, പക്ഷേ ഇത് ഡേറ്റ്സ് അല്ല. കഴിക്കാൻ ടേസ്റ്റുള്ള ഐറ്റം തന്നെയായിരുന്നു. ഷുഗർ സിറപ്പ് കോട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. പിന്നെ അടുത്തത് മുറുക്കാണ്. അത് ഞാനൊരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പൊടിഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി ഒരു ബോട്ടിലേക്കാക്കി ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മുറുക്ക് നല്ല ടേസ്റ്റുള്ള മുറുക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് വാങ്ങിയത്. അവരിതുപോലെ മുറുക്ക്, കുറേ സാധനങ്ങൾ, ഇതുപോലുള്ള കുറേ അച്ചപ്പം, വെട്ടുകേക്ക്, കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ടേസ്റ്റിൽ മുറുക്ക് ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൂടി ബോട്ടിലാക്കി ഞാൻ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചീനിമാവാണ് ബോട്ടിലേക്ക് ആക്കുന്നത്. അപ്പോൾ ചീനിമാവ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയാൻ പറ്റില്ല. അരി പൊടിച്ച് വറുത്തെടുക്കുന്ന ഒരു സംഭവം, തേങ്ങയൊക്കെ ഇട്ട് വറുത്തെടുക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചീനിമാവ് എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നട്ട്സ് കൂടി ഇട്ട് വറുത്തെടുത്തതാണ്. എനിക്ക് നട്ട്സ് ഇടാതെ നോർമലായിട്ട് വറുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വറുത്തതല്ല, പുറത്ത് ഒരു സ്ഥലത്ത് പറഞ്ഞ് വറുപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ നട്ട്സ് അവർ സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ആ ഒരു രീതിയിൽ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റാം. ഇതിൽ തന്നെ മധുരവും ഉണ്ട് കേട്ടോ. മധുരം നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നട്ട്സ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നട്ട്സ് റിമൂവ് ചെയ്തിട്ട് എനിക്ക് കഴിക്കേണ്ടി വരും. പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമായി. നല്ല ടേസ്റ്റുള്ള മാവായിരുന്നു, നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ക്ലോസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊന്നും ഞാൻ ടിന്നിലേക്ക് മാറ്റുന്നില്ല, അല്ലാതെ ഒരുമിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോരോ ടിന്ന് ഒഴിയുന്നതനുസരിച്ച് ടിന്നിലേക്ക് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അച്ചാർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നാട്ടിൽ നിന്നും എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.